വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. അൺചെയിൻഡിൽ വന്ന ഡ്രാമയുടെ മൂന്നാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഇൻലുവിനെ ട്രാപ്പിലാക്കാൻ വേണ്ടി രാജ്ഞി ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. രാജ്ഞിയുടെ ബന്ധുവായതുകൊണ്ട് ഇൻലുവിനെ പോലെ തന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു കൺസൾട്ടിനെ അതിനായി ചുമതലപ്പെടുത്തുന്നു. മണമടിച്ചാൽ ആസക്തി ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു സാമ്പ്രാണി രാജ്ഞിയുടെ സഹായിയായ ഒരു ജോലിക്കാരൻ വഴി രാജ്ഞി അവളെ ഏൽപ്പിക്കുന്നു. കൺസൾട്ട് സങ് ഇൻലുവിൻ്റെ മുറിയിലേക്ക് ചെന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അവൾക്ക് അപകടം മണക്കുന്നുണ്ട്. ഒരുമിച്ചിരുന്ന് കാർഡ് കളിക്കാനാണെന്ന് പറഞ്ഞ് സങ് അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്നു. ഇല്ലു ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ ബലം പ്രയോഗിക്കുമെന്ന് തോന്നിയപ്പോൾ വെറുതെ ശരീരം കിടക്കണ്ടെന്ന് കരുതി അവൾ അനുസരണയോടെ കൂടെ ചെല്ലാൻ തയ്യാറാക്കുന്നു. കാർഡ് കളിക്കാനെന്ന് പറഞ്ഞാണല്ലോ അവർ വിളിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ കാർഡ് ഉപയോഗിച്ച് കളിക്കാമെന്ന് പറഞ്ഞ് അവൾ മേശപ്പുറത്തിരുന്ന കാർഡുകൾ വാരിയെടുക്കുന്നുണ്ട്. പുറത്തിറങ്ങിയ ശേഷം മുറി പൂട്ടനെന്ന രീതിയിൽ വാതിലിനടുത്തേക്ക് പോയ ഇല്ലു രാജ്ഞിയുടെ ചിത്രമുള്ള കാർഡ് ആരും കാണാതെ മുറിക്കകത്തേക്ക് ഇടുന്നു. ദു അത് കണ്ട് കാര്യം മനസ്സിലാക്കി തന്നെ രക്ഷിക്കാൻ വരുമെന്ന പ്രതീക്ഷയിലാണ് അവൾ അങ്ങനെ ചെയ്തത്. കളിക്കാനെന്ന് പറഞ്ഞാണ് കൂട്ടിക്കൊണ്ട് പോയതെങ്കിലും തന്നെ തടവിലാക്കുകയാണ് അവളുടെ ഉദ്ദേശമെന്ന് ഇല്ലു മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ആ മുറിയുടെ അടുത്തെത്തിയപ്പോൾ ബലം പ്രയോഗിക്കാൻ അവർക്ക് അവസരം നൽകാതെ അവൾ സ്വന്തമായി ഓടി അകത്ത് കയറി വാതിലടയ്ക്കുന്നു. അവൾക്ക് ടേൺ കൊടുക്കാൻ കഴിയാത്തതിൻ്റെ ദേഷ്യത്തിൽ വാതിൽ തുറക്കാൻ സങ് പറഞ്ഞെങ്കിലും അവൾ തുറക്കുന്നില്ല. ദുബൈയുടെ സപ്പോർട്ടുണ്ട് എന്ന് കരുതിയാണ് നീ ഇങ്ങനെ അഹങ്കരിക്കുന്നതെങ്കിൽ നിന്നെ രക്ഷിക്കാൻ അവൻ വരാൻ പോകുന്നില്ല. അവൻ സിറ്റിക്ക് പുറത്ത് പോയിരിക്കുകയാണെന്ന് പറഞ്ഞ് സങ് അവളെ ആ മുറിയിലിട്ട് പൂട്ടുന്നു. വാതിൽ പൂട്ടിയെങ്കിലും രക്ഷിക്കാൻ വരുന്നവർക്ക് എളുപ്പം കാണാൻ കഴിയുന്ന വിധത്തിൽ താക്കോൽ അവിടെ തന്നെ താഴെയിട്ടിട്ടാണ് അവൾ പോയത്. ഇല്ലു മുറിക്കകത്ത് കയറി പരിശോധിച്ചപ്പോൾ അവിടെ കത്തിച്ചു വെച്ചിരുന്ന സാമ്പ്രാണി കാണുന്നു. അവൾക്ക് അപ്പോഴേ സംശയം തോന്നുന്നുണ്ട്. അടുത്ത രാജാവാകേണ്ടിരുന്ന അനന്തരവനെ അബദ്ധത്തിൽ കൊന്നത് മുറോങ്ങിന്റെ മനസ്സിൽ വല്ലാത്ത കുറ്റബോധം ഉണ്ടാക്കിയിരുന്നു. അതിനെക്കുറിച്ചുള്ള ചിന്ത അയാളെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ഇല്ലുവിനൊപ്പം സമാധാനപരമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന അയാൾ ഇപ്പോൾ അടുത്ത രാജാവാകാൻ നിർബന്ധിക്കപ്പെടുകയാണ്. തൻ്റെ കഴിവുകേട് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് സ്വയം കുറ്റപ്പെടുന്ന അയാളെ സുൻ ആശ്വസിപ്പിക്കുന്നു. രാജാവായി കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ളവരെല്ലാം അയാൾ പറഞ്ഞ് അനുസരിക്കേണ്ടി വരുന്നതിനാൽ ഇൻലുവിനെ സ്വന്തമാക്കാൻ വേണ്ടി വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല എന്നയാൾ പറഞ്ഞപ്പോൾ മാത്രമാണ് ഭരണം ഏറ്റെടുക്കുന്നതിൽ മുറോങ്ങിന് കുറച്ചെങ്കിലും താല്പര്യം തോന്നിയത്. ആ സമയത്താണ് രാജ്ഞി ഏർപ്പെടുത്തിയ ആൾ ഇല്ലു എഴുതിയ രീതിയിൽ ഞാൻ മുറിയിൽ പൂട്ടിയെടുക്കപ്പെട്ടിരിക്കുകയാണ്, രക്ഷിക്കാൻ എത്തണമെന്ന് പറഞ്ഞ് അവനുള്ള മെസ്സേജുമായി എത്തിയത്. അത് അവൾ തന്നെ എഴുതിയതായിരിക്കുമെന്ന് കരുതി അയാൾ വേഗം അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് രാജ്ഞി അറിയുന്നുണ്ട്. മുറോങ് ഇല്ലുവിനെ രക്ഷിക്കാനായി എടുത്തുമ്പോൾ മുറിയിൽ വെച്ചിരിക്കുന്ന സാമ്പ്രാണിയുടെ മണമടിച്ച് അവർ അരുതാത്ത രീതിയിൽ ബന്ധപ്പെടുമെന്നും ആ സമയത്ത് അവിടുത്തെ മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടി അവിടെ ചെന്ന് ആ കാഴ്ച നേരിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുകയും ആണ് രാജ്ഞിയുടെ ഉദ്ദേശം. മുമ്പത്തെ രാജാവിൻ്റെ വിധവയായ ഇല്ലുവും അടുത്ത രാജാവാകാൻ പോകുന്ന ആളും തമ്മിൽ അങ്ങനെ ഒരു അരുതാത്ത ബന്ധമുണ്ടെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ മുറോങ് രാജാവാകുന്നതിനെ അവർ ശക്തമായി എതിർക്കും. ആ സമയത്ത് അടുത്ത രാജാവിനെ നിർദ്ദേശിക്കാൻ രാജ്ഞിയുടെ വംശത്തിൽപ്പെട്ട ഒരു കുട്ടിയെ മകനായി ദത്തെടുക്കാൻ വേണ്ട നീക്കങ്ങളും ചെയ്യുന്നു. ദുവ പ്ലാൻ ചെയ്തതുപോലൊന്നും കാര്യങ്ങൾ നടക്കാതെ വരുന്നതോടെ അവനും തോൽവി സംബന്ധിച്ച് തൻ്റെ അടുത്തേക്ക് തന്നെ പഴയതുപോലെ തിരികെ എത്തും എന്നാണ് രാജ്ഞി പ്രതീക്ഷിക്കുന്നത്. നന്യാനിലെ പ്രിൻസ് രാജ്യാതിർത്തിയിലേക്ക് കടന്നിട്ടുണ്ടെന്ന് വിവരം കിട്ടിയ അനുസരിച്ച് അയാളെ പിടികൂടാനായി എവിടേക്ക് പോയതായിരുന്നു ദുവോ. ഏകദേശം പ്രിൻസിൻ്റെ അടുത്തെത്താറായപ്പോഴാണ് മുറോങ് കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടതിനെക്കുറിച്ചും ഇല്ലുവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് തോഴി ബഹളം വയ്ക്കുന്നതിനെക്കുറിച്ചുമൊക്കെ അവൻ്റെ കാവൽക്കാരുടെ തലവൻ വന്നറിയിച്ചത്. ഇല്ലുവിൻ്റെ മുറിയിൽ നിന്ന് കിട്ടിയ രാജ്ഞിയുടെ ചിത്രമുള്ള കാർഡും അവന് നൽകുന്നു. രാജ്ഞി തന്നെയാണ് അവളുടെ മിസ്സിങ്ങിന് പിന്നിലെന്നറിയാൻ ഇല്ലു നൽകിയ ക്ലൂ ആണത് എന്ന് അവന് മനസ്സിലാക്കുന്നു. രാജ്ഞിയുടെ ട്രാപ്പിനെ കുറിച്ച് ഏകദേശം ഐഡിയയും കിട്ടുന്നുണ്ട്. രാജ്ഞി അത്ര വലിയ കെണിയൊരുക്കിയാലും ഇപ്പോൾ പ്രിൻസിനെ കണ്ടുപിടിച്ച് കൊന്നു കഴിഞ്ഞാൽ പിന്നെ രാജ്ഞിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ അവസരം മിസ്സാക്കിയാൽ പ്രിൻസിനെ പിന്നീട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെ കാവോ ദുബൈയോട് നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും പ്രൊട്ടക്ട് ചെയ്തോളാമെന്ന് ഇല്ലുവിന് ഉറപ്പ് നൽകി സീൽ ചെയ്ത് കൊടുത്തതുകൊണ്ട് അവളെ അങ്ങനെ കട്ടിൽ നിന്നിരിക്കാൻ അവന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പുറപ്പെട്ട മുറോങ്ങിനെ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തിയ അയാളുടെ വേഷത്തിൽ അവനാണ് ഇല്ലുവിൻ്റെ അടുത്തെത്തിയത്. ദുബോ രക്ഷിക്കാൻ എത്താൻ സാധ്യമില്ലാത്തത് കൊണ്ട് മരണം ഉറപ്പായതിനാൽ എന്തായാലും മരിക്കും, എങ്കിൽ പിന്നെ സമാധാനത്തോടെ മരിക്കാമെന്ന് കരുതി ഇല്ലു അവിടെ ഉണ്ടായ കട്ടിലിൽ കണ്ടച്ചിടുന്ന സമയത്താണ് അവൻ മുറിയിലെത്തി അവൾക്ക് ശ്വാസമുണ്ടോ എന്നറിയാൻ അവളുടെ മൂക്കിനടുത്ത് വിരൽ വെച്ചത്. ആരാണ് വന്നതെന്നറിയാതെ അവൾ അവൻ്റെ വിരലിൽ നല്ലൊരു കടി കൊടുക്കുന്നുണ്ട്. പിന്നീടാണ് അവനാണെന്ന് മനസ്സിലായത്. സിറ്റിക്ക് പുറത്തേക്ക് പോയി അവൻ എങ്ങനെ അവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ വാക്ക് തന്നിട്ട് പാലിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് തിരികെ വരാൻ നിർബന്ധിക്കപ്പെട്ടു എന്നാണ് അവൻ പറഞ്ഞത്. മുറിയിൽ വെച്ചിരുന്ന സാമ്പ്രാണിയെക്കുറിച്ച് അവൾ അവനോട് പറയുന്നുണ്ട്. അതെന്തോ ദുരുദ്ദേശത്തോടെ വെച്ചതാണെന്ന് മനസ്സിലായതുകൊണ്ട് അവൾ അത് കെടുത്തി വെച്ചിരുന്നു. പക്ഷേ അവനത് കാണിക്കാനായി എടുത്ത കൂട്ടത്തിൽ അവളുടെ കൈ തട്ടി അതിൻ്റെ പൊടി അവൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നു. അതിൻ്റെ മണം അടിച്ചതോടെ അവൻ്റെ കൺട്രോൾ തെറ്റാൻ തുടങ്ങുന്നുണ്ട്. അവൻ മുറിയിലേക്ക് വന്നത് മുറോങ്ങിൻ്റെ വശത്തിലായിരുന്നുകൊണ്ട് മുറോങ്ങാണ് അവിടെ എത്തിയെന്ന് കരുതി രാജ്ഞിയുടെ ചാരന്മാർ അവരെ വിവരമറിയിക്കുന്നു. രാജ്ഞി ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. അവിടെ എത്തിയപ്പോഴാണ് മുറോങ്ങിന് പകരം ദുവാണ് വന്നിരിക്കുന്നതെന്ന് അറിയുന്നത്. രാജ്ഞിയുടെ പ്ലാൻ മൊത്തത്തിൽ പൊളിഞ്ഞു എന്ന് മാത്രമല്ല അവർക്ക് സഹായത്തിന് നിന്ന ആ ജോലിക്കാരനെയും കൺസൾട്ടിനെയും ദുബൈയുടെ ആൾക്കാർ പിടിച്ചു കെട്ടി അവർക്ക് മുന്നിലെത്തിക്കുന്നു. എതിർപ്പുമായി ഇനിയും അവിടെ നിൽക്കാതെ കുറച്ചുകാലം കൊട്ടാരത്തിന് വെളിയിൽ കുറച്ച് ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോയി താമസിക്കാൻ രാജ്ഞിക്ക് നിർദ്ദേശം നൽകിയിട്ടാണ് ദുവ അവിടെ നിന്ന് പോയത്. പ്ലാൻ ഫെയിലായതുകൊണ്ട് തന്നെ സഹായികളായി നിന്നവരോട് രാജ്ഞിക്ക് അതിയായ ദേഷ്യം ഉണ്ടാകുന്നു. അവർ തമ്മിൽ അരുതാത്ത ബന്ധത്തിലായിരുന്നുവെന്നും അതിൻ്റെ പേരിൽ രണ്ടുപേരെ ശിക്ഷിക്കുകയാണെന്ന് വിധിച്ചിട്ടാണ് അവർ അവിടെ നിന്ന് പോയത്. പ്രിൻസിനെ പിടിക്കാൻ ദുവ ഏൽപ്പിച്ചിട്ട് വന്നവരുടെ കയ്യിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടിരുന്നു. അയാൾക്ക് പകരം അയാളുടെ അനിയനെയാണ് അവർക്ക് പിടികിട്ടിയത്. നല്ലൊരു അവസരം നഷ്ടമായതിൽ ദുവ ശരിക്കും ദുഃഖിക്കുന്നു. ദുവയ്ക്ക് ഇത്രയധികം വിഷമം തോന്നാൻ തക്കതായ ഒരു കാരണമുണ്ട്. നന്യാനിലെ പ്രിൻസിനോട് അവന് വ്യക്തിപരമായ വൈരാഗ്യമുണ്ടെന്ന് മുമ്പ് സൂചിപ്പിച്ചിരുന്നല്ലോ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ദുബോയ്ക്ക് ദുവ എന്ന പേരുള്ള ഒരു ഇരട്ട സഹോദരൻ ഉണ്ടായിരുന്നു. അവനായിരുന്നു ശരിക്കും കൊട്ടാരത്തിൽ യുഞ്ചയായി ജോലി ചെയ്തിരുന്നത്. പക്ഷേ ഈ പ്രിൻസ് ഏതോ ഒരു സാഹചര്യത്തിൽ അഹ്ദുവയെ കൊലപ്പെടുത്തി അയാളാണ് കൊലപാതകത്തിന് മുന്നിൽ എന്നൊക്കെ അന്ന് കിട്ടിയ സൂചനകൾ വെച്ച് ദുവ പിന്നീട് മനസ്സിലാക്കിയതാണ്.
സഹോദരൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് സ്വന്തം ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്ത് അഹ്ദുവായി അവൻ കൊട്ടാരത്തിൽ ജോലിക്ക് കയറിയത്. അന്നു മുതൽ ഇന്ന് വരെ അവൻ ഈ സ്ഥാനമാനങ്ങളൊക്കെ നേടിയെടുത്തത് ഈ പ്രിൻസിനെ കൊല്ലാൻ വേണ്ടിയുള്ള രീതിയിലേക്ക് വളരാനാണ്. അത്രയും വർഷങ്ങളായുള്ള ഒരു കാത്തിരിപ്പാണ് നല്ല ഒരവസരം കിട്ടിയിട്ടും ഇപ്പോൾ പാഴായി പോയിരിക്കുന്നത്. അതോർത്ത് വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇൻലുവിന് എന്തെങ്കിലും അപകടം പറ്റിയത് ചോദിച്ചുകൊണ്ട് മുറം അവൻ്റെ മുന്നിലെത്തിയത്. അയാൾ ഇൻലുവിനെ രക്ഷിക്കാനായി പുറപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നില്ലെന്നോർത്ത് അവന് ശരിക്കും ദേഷ്യം വരുന്നുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ സംഭവിച്ചതില്ല എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന രീതിയിൽ അവൻ അയാൾക്ക് മുന്നിലിരിക്കുന്നു. പക്ഷേ അവൻ്റെ ഉള്ളിലെ രോഷം അയാൾക്ക് മനസ്സിലാകുന്നുണ്ട്. രാജാവായി അധികാരം വെക്കുന്നതിന് മുമ്പ് ഇനി ഇങ്ങനെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കില്ല എന്ന് അയാൾ അവന് ഉറപ്പ് കൊടുക്കുന്നു. പക്ഷേ അപ്പോഴും അയാളോട് സൗഹൃദത്തോടെ സംസാരിക്കാതെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. രാജാവാകാൻ പോകുന്ന മുറോങ്ങിനോട് ദുവ ഇങ്ങനെ ബഹുമാനമില്ലാതെ പെരുമാറുന്ന കണ്ട് സുൻ അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ അധികാരം നേടിയാലും മുന്നോട്ട് പോകാൻ ദുവയുടെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് തൽക്കാലം ഇതൊക്കെ ക്ഷമിക്കാമെന്ന് മുറോങ് പറയുന്നു. ഇമ്പീരിയൽ സിറ്റി വിട്ട് പോകണമെങ്കിൽ ദുവ പറഞ്ഞതുകൊണ്ട് തന്നെ രാജ്ഞിക്ക് തൽക്കാലം അവിടെ വിട്ട് പോവുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. എന്നാലും ആരുടെയും സപ്പോർട്ടില്ലാതെ ദുവയ്ക്ക് അധികാരം അവിടെ അങ്ങനെ തുടരാൻ കഴിയില്ലെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. അവൻ്റെ നാശം കാണാനേ അവർ കാത്തിരിക്കുകയാണ്. രാജ്ഞി കൊട്ടാരം വിട്ടു പോയതും കൺസൾട്ട് സംഘനെയും യുഞ്ചയും അഭിത ബന്ധത്തിൽ ശിക്ഷിച്ചതുമൊക്കെ ടോം ഇല്ലുവിൻ്റെ അടുത്ത് വന്ന് വിശദമായി വിവരിച്ച് പറയുന്നുണ്ടെങ്കിലും അവളതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല. ദുവളെ രക്ഷിക്കാൻ എത്തിയ സമയത്ത് സാമ്പ്രാണിയുടെ മണം മൂക്കിലേക്ക് അടിച്ചു കയറി അവൻ്റെ കൺട്രോൾ വിട്ടപ്പോൾ അവനെ സ്വഭാവത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി അവൾ അവനെ അതിശക്തമായി നടിച്ചിരുന്നു. അവളുടെ അടി കൊണ്ട് അവൻ സ്വഭാവത്തിലേക്ക് വന്ന് അവളെ മുറിയിൽ നിന്ന് പുറത്താക്കി വാതിലടയ്ക്കുന്നു. അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനെ ആളെ ഏർപ്പാക്കിയിട്ടുണ്ടെന്നും വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ തല്ലിയതിൻ്റെ ദേഷ്യം അവൻ ഉണ്ടാകുമെന്നാണ് അവൾ കരുതിയത്. അതിനെക്കുറിച്ച് ഒത്താകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അവൾ. എന്തായാലും നേരിട്ട് അവനെ കണ്ട് സംസാരിക്കാൻ അവൾ തീരുമാനിക്കുന്നു. വിഷമം തീർക്കാനായി ദുവ അത്യാവശ്യം നന്നായി മദ്യപിച്ചിരിക്കുന്ന സമയത്താണ് അവൾ അവിടെ ചെന്നത്. ക്ഷമാപണമായി അവളുടെ 2 കുപ്പി വൈൻ കൊണ്ടുവന്നിരുന്നു. അതും അവൻ വാങ്ങി കുടിക്കുന്നു. അതിനുശേഷം അവളെയും കൊണ്ട് മുറ്റത്തേക്ക് പോയി അവിടെ നിൽക്കുന്ന ഒരു പിയർമരം കാണിച്ചു കൊടുത്തിട്ട് യഥാർത്ഥത്തിൽ ഇതുപോലെ 2 ഉണ്ടായിരുന്നു. സിറ്റിക്ക് പുറത്ത് സ്വസ്ഥമായി ജീവിതം നയിച്ച് ഇതിനെ ഇവിടേക്ക് പറിച്ചു നട്ടതാണ്. ഇതിൻ്റെ കൂടെയുള്ളത് ഉണങ്ങിപ്പോയി. ഇതിങ്ങനെ പൂക്കുന്നുണ്ടെങ്കിലും എത്ര കാലം കഴിഞ്ഞാലും ഒരിക്കലും കായ്ക്കാൻ പോകുന്നില്ല എന്നൊക്കെ അവൻ സ്വന്തം കഥയോട് ഉപമിച്ച് പറയുന്നു. അവൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഒന്നും അവൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അവനാകെ മൂഡ് ഓഫ് ആണ് എന്ന് മനസ്സിലായി അവൻ്റെ മൂഡ് ചേഞ്ച് ചെയ്യിക്കാനായി കഴുത്തിൽ കിടന്നിരുന്ന ഫിഷിംഗ് മോട്ടറിൽ ലോക്കറ്റ് എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ആ മരത്തിൽ കായകൾ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കിടയിൽ ഒളികണ്ണിട്ട് അവനെ നോക്കുന്നുമുണ്ട്. 3-4 തവണ പ്രാർത്ഥിച്ച ശേഷം ഫിഷിംഗ് മോട്ടറിൽ കായ്ക്കാൻ സഹായിക്കാം എന്ന് മറുപടി നൽകി. അതുകൊണ്ട് ഇനി വിഷമിക്കേണ്ടെന്ന് അവൾ പറയുന്നു. ഞാൻ കുറച്ച് കുടിച്ചിട്ടുണ്ടെന്ന് കരുതി മണ്ടനല്ല എന്നവൻ പറഞ്ഞപ്പോൾ തോറ്റു കൊടുക്കാൻ സമ്മതിക്കാതെ ഞാൻ പറയുന്നത് സത്യമാണ്, ഇപ്പോൾ ഈ മരത്തിൽ നിന്ന് പൂക്കൾ താഴേക്ക് വീഴും എന്ന് ഫിഷിംഗ് മോട്ടൽ എന്നോട് പറഞ്ഞു. നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ കണ്ണടച്ച് നിൽക്കൂ, സത്യമാണെന്ന് ഞാൻ ബോധ്യപ്പെടുത്തരാമെന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കണ്ണടച്ചിട്ട് മരത്തിനടുത്തേക്ക് പോയി അതിൽ ഇടിച്ച് പൂക്കൾ താഴേക്ക് വീഴിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾ കുറേ തവണ ഇടിച്ചിട്ടാണ് അതിൽ നിന്ന് 1-2 പൂക്കളെങ്കിലും വീണത്. പക്ഷേ അവനോട് കണ്ണു തുറക്കാൻ പറഞ്ഞപ്പോഴേക്കും അത് താഴെ വീണ് കഴിഞ്ഞിരുന്നു. അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവൾ വീണ്ടും ശക്തമായി മരത്തിലിടിക്കുന്നു. അവളുടെ കൈ നന്നായി വേദനിക്കുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും അങ്ങനെ തന്നെ ചെയ്യുന്നത് കണ്ടപ്പോൾ ദുബയുടെ മനസ്സിൽ അവളെക്കുറിച്ച് വളരെ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാകുന്നുണ്ട്. അവളോട് മതിയാക്കാൻ പറയാനേ അവൻ മുന്നോട്ടാക്കിയപ്പോഴാണ് അതിൽ നിന്ന് കുറേ പൂക്കൾ ഒരുമിച്ച് കൊഴിഞ്ഞത്. അപ്പോൾ അവൾക്കുണ്ടായ സന്തോഷമൊക്കെ അവൻ്റെ മനസ്സിൽ ശരിക്കും പതിയുന്നു. ഇല്ലു കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും അവൻ്റെ വിഷമം നന്നായി കുറയുന്നുണ്ട്. അധികം വൈകാതെ മുറം രാജാവായി അധികാരം വിൽക്കുന്നു. സിംഹാസനമോ അധികാരമോ ഒന്നും സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത, ഒന്നും കൊള്ളില്ല എന്ന് എല്ലാവരും കരുതിയിരുന്ന മുറം ദുബയുടെ സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രം രാജ്യത്തെ പരമാധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. രാജാവായ ശേഷവും ഭരണകാര്യങ്ങളിൽ നിന്നും വലിയ ശ്രദ്ധയില്ലാതെ ഇല്ലുവിനെ കുറിച്ച് മാത്രമാണ് അയാളുടെ ചിന്ത. കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇല്ലു അയാളെ അന്വേഷിക്കുകയും ചെയ്യാത്തതുകൊണ്ട് അവളെക്കുറിച്ച് ചിന്തിച്ച് അയാൾ ആകെ അപ്സെറ്റ് ആക്കുന്നു. അനന്തരവൻ്റെ മരണത്തിൽ ഇപ്പോഴും മതിയായ വിഷമമുണ്ട് എന്ന് പറഞ്ഞ് ഇല്ലുവിൻ്റെ സിമ്പതി പിടിച്ചു പറ്റാൻ സുൻ ഉപദേശിച്ചപ്പോൾ മരണത്തിൽ ശരിക്കും വിഷമവും കുറ്റബോധവും ഒക്കെ ഉണ്ടായിരുന്ന മുറം ചെയ്ത തെറ്റിന് ഒരു പരിഹാരം എന്നോണം ഉപവാസം അനുഷ്ഠിക്കാൻ തീരുമാനിക്കുന്നു. ആ വിവരം ഇല്ലുവിനെ അറിയിക്കാൻ വേണ്ടി കുമാരൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാനുള്ള പ്രാർത്ഥന നടത്താനെന്ന് പറഞ്ഞ് സുൻ കുറച്ച് വിളക്കുകൾ അവൾക്ക് നൽകാനായി പോകുന്നു. അത് നൽകുന്ന കൂട്ടത്തിൽ വിഷമം കൊണ്ട് രാജാവ് ഉപവാസം അനുഷ്ഠിക്കുന്ന കാര്യത്തെക്കുറിച്ചും അവളോട് പറയുന്നു. എല്ലാം കെട്ടുകഴിഞ്ഞപ്പോൾ അവൾ രാജാവിനെ കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അയാൾ തന്നെ അതിനുവേണ്ട അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നു. കുമാരനെ അബദ്ധത്തിൽ താൻ തന്നെയാണ് കൊന്നതെന്ന് മുറം അവിടെ വെച്ച് അവളോട് തുറന്നു പറയുന്നു. അതിൻ്റെ കുറ്റബോധം കാരണമാണ് ഉപവാസം അനുഷ്ഠിക്കുന്നത്. കുമാരൻ്റെ അടുത്ത് വന്ന് എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്നത് പോലെ പതിവായി സ്വപ്നം കാണുന്നതിനാൽ ഉറക്കം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ രഹസ്യം ആരോട് പറയരുതെന്ന് ദുവ പറഞ്ഞിരുന്നതാണ്. പക്ഷെ നിന്നോട് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല, നീ എന്നോട് ക്ഷമിക്കുമോ എന്ന് അയാൾ അവളോട് ചോദിക്കുന്നു. കുമാരൻ്റെ മരണത്തിൽ ക്ഷമിക്കാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ ആരുമല്ലല്ലോ, എനിക്കതിന് എന്ത് യോഗ്യത ഉള്ളതെന്ന് അവൾ ചോദിച്ചപ്പോൾ മറ്റുള്ള ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിന് പ്രശ്നമല്ല, നീ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പ്രധാനം എന്ന് അയാൾ വീണ്ടും പറയുന്നു. കുറ്റബോധം തീർക്കാൻ ഇങ്ങനെ ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ടോ തിരികെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും കുറ്റബോധമുണ്ടെങ്കിൽ ചെയ്യേണ്ടതും മറ്റൊന്നാണ്. കുമാരൻ്റെ സേവകരായി കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം രാജ്ഞി നാട് കടത്തി. അവർക്ക് ജീവിക്കാൻ വഴിയില്ലാതെ ആകെ ബുദ്ധിമുട്ടുകയാണ്. അവരെ സഹായിക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടതെന്ന് അവൾ അദ്ദേഹത്തോട് പറയുന്നു. അത് ശരിയാണെന്ന് തോന്നിയാൽ വേണ്ടത് ചെയ്തോളാം എന്നയാൾ അവൾക്ക് ഉറപ്പ് നൽകുന്നു. അയാൾ അവൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ വിളക്കുണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നു. അവൾ അതും സ്വീകരിക്കുന്നുണ്ട്. അവർ തമ്മിൽ കണ്ടവരും ഡുവയുടെ ചെവിയിലും എത്തുന്നു. ഇല്ലുവിന് രാജാവിന് താല്പര്യമില്ല എന്ന് പറഞ്ഞൊക്കെ വെറുതെ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. അദ്ദേഹം സമ്മാനമായി നൽകിയ വിളക്കം സ്വീകരിച്ചു എന്നൊക്കെ കാവ അവനെ അറിയിക്കുന്നു. അത് കേട്ടതും കോട്ട് പോലും എടുക്കാൻ നിൽക്കാതെ ദുവ ദേഷ്യത്തിൽ അവളുടെ അടുത്തേക്ക് പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.